എല്ലാവർക്കും നമസ്കാരം. വീടുപണിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഈ തടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തടിക്കകത്തെ തട്ടിപ്പുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടികളെന്ന് പറയുന്നത് ചില വലിയ വീടുകളൊക്കെയാണ് തേക്ക്. സാധാരണക്കാരാണേലും ഇപ്പോൾ മുൻവശമൊക്കെ തേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആഞ്ഞിലി, പ്ലാവ്, വരവ് തടികൾ, അങ്ങനെയുള്ള തടികൾ. വരവ് തടി എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന തടികൾ, പ്രത്യേകിച്ച് മലേഷ്യൻ തേക്ക്, ചെറുതേക്ക്, വയലറ്റ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ തടികൾ. ഇതിൽ ഈ മലേഷ്യയിൽ നിന്ന് ഇപ്പം മലേഷ്യൻ തേക്കൊന്നും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഭയങ്കര വിലയാണ്. ചെറുതേക്ക്, വയലറ്റ് എന്നൊക്കെ പറയുന്ന തടികൾ നേരത്തെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ തടിക്ക് തന്നെ ഒത്തിരി വില കുറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അധികം വരവില്ല. ഒരു ഗുണമുണ്ട് ഈ വരവ് തടികൾക്ക്. മിക്ക തടികൾക്കും കൃത്യമായ ഉണക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് നടന്നിട്ടുണ്ടാകുന്നതുകൊണ്ട് ഒത്തിരി വളഞ്ഞൊന്നും പോകാനുള്ള സാധ്യതകളില്ല. പക്ഷേ നല്ല വിലയുണ്ട് ആ തടിക്ക്. എന്നാൽ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഈ കതക്, ജനൽ, വെൻറ്റിലേഷൻ അതിൻ്റെയൊക്കെ കട്ടി ഉരുപ്പടികൾക്ക് തേക്ക്, ആഞ്ഞിലി, പ്ലാവ് ഒക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ കതകുകൾക്ക് അല്ലെങ്കിൽ അടപ്പുകൾക്ക് സ്വാഭാവികമായിട്ട് ആഞ്ഞിലിയുടെ കതകൊക്കെ സർക്കാർ വർക്കുകൾക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആഞ്ഞിലിയുടെ കതക് ഒന്നും ഒരു കാരണവശാലും നിൽക്കുകയില്ല. കാരണം അതെല്ലാം വളയുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഫ്രെയിമുകൾ പണിയാൻ എന്ന് പറഞ്ഞാൽ കതകുകൾ പണിയാൻ, ജനൽപ്പാളികളൊക്കെ പണിയാൻ, കട്ടി ഉരുപ്പടിക്കൊക്കെ ഈ 3 തടികളും തേക്കോ ആഞ്ഞിലിയോ പ്ലാവോ ഒക്കെ എടുക്കാമെങ്കിലും ഇതിൻ്റെ ഷട്ടറുകൾക്ക് കൃത്യമായിട്ടും തേക്കോ പ്ലാവോ ഒക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ എപ്പോഴും നല്ലത് ഒന്നുകിൽ തേക്ക് അല്ലെങ്കിൽ പ്ലാവ്. അപ്പോൾ എന്നാൽ ഈ വരവ് തടികളിൽ ചില തടികളൊക്കെ കുഴപ്പമില്ലാത്ത തടികളുണ്ട്. പ്രത്യേകിച്ച് ചെറുതേക്കെന്നൊക്കെ പറയുന്നൊന്നും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. മഹാഗണി ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചർ പണിയാനുള്ള തടിയാണ്. അതിൽ തന്നെ വെള്ളയുണ്ട്, ചുമലയുണ്ട്. ചുമലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റെഡിഷ് കളറുള്ള മഹാഗണി, അതിനാണ് ഇച്ചിരി കടുപ്പമുള്ളത്. അതെല്ലാം ഫർണിച്ചറിനെ പറ്റുള്ളൂ. അല്ലാതെ അതൊരു കാരണവശാലും ഈ വീട് പണിയുടെ കതകിനോ ജനലിനോ ഒന്നും കൊള്ളുകയില്ല. നിർവാഹമില്ല എങ്കിൽ ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ കാലാവസ്ഥാ രീതിയൊക്കെ അനുസരിച്ച് ഒരു 60 ഇഞ്ചെങ്കിലും വണ്ണം ഇല്ലാത്ത തടികൾ നമ്മളെടുത്താൽ അതിന് തടിയുടേതായ ഒരു കടുപ്പം വരാനുള്ള പ്രായമില്ലാത്തത് കൊണ്ട് അതിന് മൂപ്പില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മിനിമം ഒരു 60 ഇഞ്ചെങ്കിലും വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു എന്തെങ്കിലും ഒന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ 60 ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് തന്നെ പുഴയോരത്ത് നിൽക്കുന്നതോ പാടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ വെള്ളപ്പറ്റുള്ള കണ്ടത്തിലൊക്കെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഈ എക്കലടിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ ഭയങ്കര പെട്ടെന്ന് വണ്ണം വെക്കുകയും അതിന് തടിക്കൊന്നും പ്രായമില്ലാത്തത് കൊണ്ട് അതിനൊന്നും ഉദ്ദേശിക്കുന്ന പോലെയുള്ള മൂപ്പ് കിട്ടാൻ സാധ്യതയില്ല. സ്വാഭാവികമായും നല്ല മൂത്ത തടികൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട ആ പണികൾക്ക്, അതായത് കതകും ജനലും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അത് പണിയെല്ലാം തീർന്ന പ്ലാസ്റ്ററിങ്ങും ഒക്കെ കഴിഞ്ഞ് പെയിൻറ്റും ഒക്കെ അടിച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് മൂപ്പ് കുറഞ്ഞ തടിയാണ്, അതിൻ്റെതായ ദൂഷ്യങ്ങൾ വരും. അന്നേരം പിന്നെ അത് മാറി വെക്കുക എന്നൊന്നും പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇനി ഈ ആഞ്ഞിലിയുടെയും പൊതുവേ തടികളുടെ വെള്ള എടുക്കാതിരിക്കുകയാണ് നല്ലത്. വെള്ളമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കാതലിന് പുറത്ത് വരുന്ന തൊലിക്കകത്ത് കാതലിന് പുറത്തായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വെളുത്ത ഒരു ഭാഗം. ആ ഭാഗം പൊതുവേ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി അഥവാ ചെറുതായിട്ടൊരു പറ്റിനൊക്കെ ശകലമൊക്കെ വരികയാണെങ്കിൽ തന്നെ തേക്കോ അല്ലെങ്കിൽ ആഞ്ഞിലിയോ ഒക്കെ ആണെങ്കിൽ അതിന് വലിയ പ്രശ്നമില്ലാതെ നിൽക്കും. പക്ഷേ പ്ലാവിൻ്റെ വെള്ള ശകലം പോലും നിൽക്കുകയല്ല, അത് കുത്തിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നിലവിൽ അത് എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ തേക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തേക്കിൻ്റെ വില കണക്ക് കൂട്ടുന്നത് ഒരു 60 ഇഞ്ച് വണ്ണമുള്ള തേക്കാണെങ്കിൽ 60 ഗുണം 60 എന്ന് പറഞ്ഞാൽ 6 36 3600 രൂപ എന്ന് കിട്ടും. അതായത് 60 ഇഞ്ച് വണ്ണമുള്ള തേക്കാണെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 60 ഗുണം 60 സമം 6 36 3600. അതാണ് അതിൻ്റെ ഒരു കുബിക്കടിയുടെ വില. ഉരുളിൻ്റെ വില തൊലി ഒഴിച്ചിട്ട് വെള്ള ഉൾപ്പെടെ ഒരു കുബിക്കടിയുടെ വില അതാണ്. ഈ തടി അറക്കുമ്പോൾ, ഈ 60 ഇഞ്ച് വണ്ണമുള്ള തടി അറക്കുമ്പോൾ സെലക്ഷൻ ഉരുപ്പടി എന്ന് പറയുന്ന ഒരു 30 മുതൽ ഒരു 33% വരെയേ കിട്ടുകയുള്ളൂ. തേക്കിറക്കുവാണെങ്കിൽ തേക്കെന്നല്ല, സാധാരണഗതിയിൽ എന്നാ തടി അറുത്താലും 1/3 ഉരുപ്പടിയേ കിട്ടുകയുള്ളൂ. 100 ഉരുപ്പടി അറുത്താൽ ഒരു 33 മുതൽ 35 വരെ സെലക്ഷൻ ഉരുപ്പടി കിട്ടും. ബാക്കി
അത് കുറേ പുറകോട്ടും അതും ഇതുമൊക്കെ ആയിട്ട് പോച്ചിരക്കേടും വയറും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടുകയില്ല. പകുതി കിട്ടുമെന്നൊക്കെ പറയുന്നേ ഉള്ളൂ, പകുതി ഒന്നും കിട്ടുകയില്ല, ആദ്യം അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 60 വണ്ണമുള്ള തേക്കെടുത്ത് നമ്മൾ അറുത്ത് അതിന് കേടും പൊത്തും ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ 30% എങ്കിലും കിട്ടുകയുള്ളൂ. അല്ല ചിലപ്പോൾ അത് 25% ആകുകയും ചെയ്യാം. ഇനി 30% 35% കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ 60 വണ്ണമുള്ള തേക്ക് വലിയ കേടൊന്നുമില്ല, വലിയ വളമൊന്നുമില്ല, വലിയ ചളുക്കമൊന്നുമില്ല, ഒരുവിധം കൊള്ളാവുന്നതാണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഈ 3600 രൂപ വിലയുള്ള തേക്ക് ഉരുപ്പടിയായി വരുമ്പം ഏതാണ്ട് 10800 രൂപ ഒരു കുബിക്കടിക്ക് ഉരുപ്പടിക്ക് വില വരും. മൂത്ത തേക്ക്, ചളുക്കമില്ലാത്ത, വളമില്ലാത്ത, ഒരുവിധം നല്ല മൂപ്പുള്ള തടിയാണെങ്കിൽ അറുത്ത് വരുമ്പോൾ 60 ഇഞ്ച് വണ്ണമുള്ളതാണെങ്കിൽ അതിൻ്റെ ഉരുപ്പടി വരുമ്പം ഉറപ്പായിട്ടും ഒരു കുബിക്കടിയിൽ നിന്ന് ഒരു 30% ഉരുപ്പടിയേ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ ആ ഉരുപ്പടിക്ക് ഒരു 10800 രൂപ വില വരും. അതേസമയത്ത് തെങ്ങിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 30 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. ഈ 30-ന് 30 എന്ന് പറയുമ്പോൾ 900 രൂപ. ഈ 900 രൂപ കുബിക്കടിക്ക് കിട്ടുന്ന തേക്കുമുണ്ട്. ഇതിൻ്റെ വെള്ളയൊക്കെ വലിച്ചു കളഞ്ഞ് അകത്തെ വയറും വലിച്ചു കളഞ്ഞ് ഉരുപ്പടി അറുത്ത് കഴിഞ്ഞാൽ ആ ഉരുപ്പടിക്ക് 2700 രൂപയെ വരുള്ളൂ. 60 വണ്ണമുള്ള തേക്കേന്ന് എടുക്കുമ്പോൾ കുബിക്കടി ഉരുപ്പടിക്ക് 10800 രൂപ വരുമെങ്കിൽ ഈ 30 ഇഞ്ച് വണ്ണമുള്ള തേക്കേന്ന് ഉരുപ്പടി എടുക്കുമ്പോൾ 2700 രൂപയെ വരുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലേത് ഉരുപ്പടി അറുത്ത് സൈറ്റിൽ വന്നാലും ഉടമസ്ഥൻ ഇത് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് 30 വണ്ണമുള്ള തേക്കേന്ന് അറുത്തതാണോ, 20 വണ്ണമുള്ള തേക്കേന്ന് അറുത്തതാണോ, അതോ 60 വണ്ണമുള്ള തേക്കേന്ന് അറുത്തതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും തടിക്കകത്തെ ഏറ്റവും വലിയൊരു വെട്ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പല തേക്കലാണെങ്കിൽ വണ്ണം കുറഞ്ഞ കമ്പുകൾ മേടിച്ച്, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ കഴകൾ മേടിച്ച്, അല്ലെങ്കിൽ ഈ പിഞ്ച് തേക്കുകളാണ് ഈ വണ്ണം കുറഞ്ഞ, അതിൻ്റെ നടുക്കത്തെ വയറും സൈഡിലത്തെ വെള്ളയും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തെ ഒരു വലിയ തട്ടിപ്പാണ്. എന്നാൽ ആഞ്ഞിലിക്കൊക്കെ ഇപ്പോൾ തടിക്ക് വന്ന് ആളുകൾക്ക് അതിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് ആഞ്ഞിലി ഒരു 60 താഴെയൊക്കെ ഉള്ള 60 വണ്ണം 60 താഴെയുള്ളതൊക്കെ ഇപ്പം വിറകായിട്ട് കണ്ടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ആ വണ്ണം ഉള്ളതൊക്കെ വിറക് വിലയ്ക്ക് ടണ്ണേജിനുള്ള വിലയ്ക്ക് കിട്ടുന്നത് കൊണ്ട് അത് മേടിക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും വണ്ണം കുറഞ്ഞൊക്കെ കിട്ടിയാൽ നിസ്സാര വിലയ്ക്ക് ഇതിനകത്ത് കിട്ടും. ആ കിട്ടുന്നത് ഉരുപ്പടിയായി വരുമ്പം ഈ നല്ല ക്വാളിറ്റി അല്ല, നല്ല വണ്ണമുള്ള തടി, ഒരു 80 മുതൽ മുകളിലോട്ട് വണ്ണമുള്ള തടിയുടെ ഉരുപ്പടി അറുത്ത് വച്ചിരിക്കുന്നതും ഈ 40 വണ്ണമുള്ള ആഞ്ഞിലിയുടെ ഉരുപ്പടി അറുത്ത് വച്ചേക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ തടിയെ തിരിച്ചറിയാൻ പറ്റില്ല. ഇത് പണി തീർന്ന് കുറച്ച് കഴിയുമ്പം ആണ് ഇതിൻ്റെ ദൂഷ്യങ്ങൾ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് തടി ഉൾപ്പെടെ കരാറ് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുറഞ്ഞ റേറ്റിന് പണി കൊടുക്കുകയാണെങ്കിൽ ഇത്തരം ചതികൾ ചെയ്യാതെ അവർക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ 1800 1850 എന്നൊക്കെ പറഞ്ഞു വരുന്ന കരാറിനകത്ത് ഒരു കാരണവശാലും നല്ല സാധനങ്ങളിട്ട് പണിയാൻ പറ്റില്ല. അപ്പോൾ ഉടമസ്ഥന്മാർ വിചാരിക്കും ഇത്രയും കുറഞ്ഞ റേറ്റ് ഞാൻ വലിയ ലാഭിച്ചല്ലോ എന്നോ. ലാഭിച്ചെന്നൊന്നും കണക്കൂട്ടണ്ട. ഒരു 2 വർഷം അല്ല 3 വർഷം കഴിയുമ്പം തുടക്കം മുതലും അങ്ങോട്ട് ഓരോരോ കാര്യങ്ങൾക്ക് അതിൻ്റേതായ ദൂഷ്യങ്ങൾ വരും. ഇപ്പം ഇങ്ങനത്തെ തടികൾ, ഈ തടിയും മൂപ്പില്ലാത്ത തടിയാണെങ്കിൽ അത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞു വരുമ്പം പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് ഈ കതകെല്ലാം ഞെരുങ്ങും, ടൈറ്റാകും. വേനൽക്കാലത്ത് അതെല്ലാം ലൂസാകും. പിന്നെ ഈ തടിക്ക് സ്വാഭാവികമായിട്ട് ഈ ക്ലാമ്പ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും ക്ലാമ്പ് വെച്ചിട്ട് ക്ലാമ്പയിലോട്ട് 2 ആണി അടിച്ച് കയറ്റിയാൽ ഈ തടി തന്നെ മൂപ്പില്ലാത്തതാണ്. ഈ ആണിയൊന്നും അകത്ത് പിടിച്ച് നിൽക്കുകയില്ല. നമ്മൾ പലവട്ടം കഥ കടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ആണി പതുക്കെ അങ്ങോട്ട് ഊരിയിട്ട് ഈ തടിയുടെയും ഭിത്തിയുടെയും കൂടെ ഇടയ്ക്കൂടി ഇങ്ങനെ ഒരു വര വന്ന് വീഴും. ആ വരക്കൂടെ ഉറുമ്പ് കയറും, പിന്നീട് ചെതൽ കയറും, പിന്നീട് അത് പതുക്കെ കംപ്ലൈൻ്റായി കിടന്നാടാൻ തുടങ്ങും. ലാസ്റ്റ് ആ കഥക് പറിച്ച് കളയേണ്ടി വരും. അത് ശരിക്കും നല്ല മൂത്ത തടിയാണല്ലേ, നല്ല മൂത്ത തടിയും നല്ല വ്യക്തമായ ഉണക്കും ഇല്ലാത്ത തടിയാണെങ്കിൽ ഇത് നമുക്ക് ഉടമസ്ഥന് ഭയങ്കരമായ നഷ്ടം വരും. സൈറ്റിൽ ഉരുപ്പടി എത്തിക്കഴിഞ്ഞാൽ ഇത് ഏത് വണ്ണമുള്ള തടിയെന്ന അർത്ഥമെന്നോ ഈ തടി ഏത് പക്കത്തിൽ വെട്ടിയതാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. പക്കം എന്ന് പറഞ്ഞാൽ ഈ വാവ് വരുന്ന ആ ദിവസങ്ങളോട് ചേർന്ന്, വാവ് കഴിഞ്ഞ് 1, 2, 3, 4 ദിവസത്തേന് വെട്ടിക്കഴിഞ്ഞാൽ ആ തടിക്കൊരു കടുപ്പ് വ്യത്യാസമുണ്ട് തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ. ഇതൊക്കെ പ്രായോഗികമായിട്ട് എങ്ങനെ നോക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ അതിന് ആ കുത്തലോ ബാക്കി കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഈ കവുങ്ങിൻ്റെ വണ്ണം മുതൽ തെങ്ങിൻ്റെ വണ്ണം വരെയുള്ള തേക്കുകൾ, കഴകൾ ചെറിയ വിലയ്ക്ക്
ഇപ്പോൾ 20 വണ്ണം ഉള്ളത് ഈ റബ്ബറൊക്കെ വെട്ടാൻ എടുക്കുന്ന 105 വെട്ടാൻ തുടങ്ങുമ്പോൾ ഏതാണ്ട് 20 ഇഞ്ച് വണ്ണമാണ് ഒരു ടെലിഫോൺ പോസ്റ്റിൻ്റെ ഒക്കെ വണ്ണം. അത്രയുമുള്ള തേക്കിൻ്റെ കിഴകളൊക്കെ ഒരു 400 രൂപയ്ക്കൊക്കെ കുബിക്കടിക്ക് കിട്ടും. അത് ഉരുപ്പടി ഇറക്കുകയാണെങ്കിൽ 1200 രൂപയ്ക്കൊക്കെ ഉരുപ്പടി ഔത്തെന്ന് വീഴും. നമുക്കൊരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത തടി അല്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ ഉടമസ്ഥന് ഞാൻ എപ്പോഴും കെട്ടിടം പണിയുന്നവരോട് പറയും, നിങ്ങൾ ഉടമസ്ഥന്മാർ തടി കെട്ടിടത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ അത് തടി വാങ്ങി ഒന്നെങ്കിൽ മില്ലിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങി അത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവിടെ മില്ലിൽ പോയി നോക്കി നിൽക്കുക ഇത് എന്നാ വണ്ണമുള്ള തടിയിട്ട് ഇറക്കുന്നത്. അത് എഗ്രിമെൻറ്റ് വെക്കുമ്പം തടിയാണ് വെക്കുന്നതെങ്കിൽ ആ തടിക്ക് എന്നാ വണ്ണമുള്ള തടിയെന്ന് ഇറക്കും, അല്ലെങ്കിൽ എന്നാ മൂപ്പുള്ള തടിയെന്ന് ഇറക്കും എന്നൊരു വ്യവസ്ഥ ആദ്യം ചോദിച്ചിട്ട്, ഏറ്റവും നല്ലത് ഇതൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട, തടി ഞാൻ മേടിച്ച് തന്നേക്കാം എന്ന് പറയുക. ഏതെങ്കിലും മില്ലിൽ ചെന്ന് നല്ല കൊള്ളാവുന്ന തടി മേടിച്ച് അത് അറുത്ത് കൊടുത്താൽ അതിനകത്തു നിന്നുള്ള ദൂഷ്യങ്ങൾ പിന്നീട് കുറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് പരിഹരിക്കണമെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ മാറ്റേണ്ടി വരും. കതകോ ജനലോ ഒക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ, കതക് മാറ്റേണ്ടി വന്നാൽ ഫ്ലോറിംഗ് ഒക്കെ പൊളിക്കേണ്ടി വരും. ജനൽ മാറ്റേണ്ടി വന്നാലും കതക് മാറ്റേണ്ടി വന്നാലും ഭയങ്കരമായ പണി വരും. പിന്നീട് അത് പെയിൻറ്റിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. ജനൽ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. കതക് മാറ്റേണ്ടി വന്നാൽ പെയിൻറ്റിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. ഫ്ലോറൊന്നും പൊട്ടിക്കാതെ, പ്രത്യേകിച്ച് ടൈൽസൊക്കെ ഇട്ടതാണെങ്കിൽ പൊട്ടിക്കാതെ ഇതെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തടിക്കകത്ത് ഇങ്ങനെയുള്ളതായ ഒത്തിരി തട്ടിപ്പുകളുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. മൂത്ത തടി വെച്ചില്ലെങ്കിൽ, പക്കത്തിൽ വെട്ടിയ നല്ല തടി വെച്ചില്ലെങ്കിൽ വീടിന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പം കുത്തലും പൊളവും വളവും ഞെരുക്കവും അടയായികയും തുറക്കായികയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്തെ തട്ടിപ്പുകളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.